ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫെബ്രുവരി സീഷ്യസിനെ പറ്റിയിട്ടാണ്. പല വീടുകളിലും പല അമ്മമാർക്കും എന്താണ് ഈ ഫെബ്രുവരി സീഷ്യസ് എന്നറിയില്ല, ഫെബ്രുവരി സീഷ്യസ് വന്നാൽ എങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ SUT പട്ടം ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ ജ്യോതി കൃഷ്ണ മാം ഉണ്ട്. മാമിനോട് നമുക്ക് ചോദിക്കാവുന്നതാണ്. വെൽക്കം മാം. മാഡം, എന്താണ് ഫെബ്രുവരി സീഷ്യസ് എന്ന് പറയുന്നത്? ഫെബ്രുവരി സീഷ്യർ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ പനിയോടുകൂടി കുഞ്ഞുങ്ങളിൽ ജന്നി വരുന്ന ഒരു കണ്ടീഷനാണ്. സാധാരണ രീതിയിൽ അധികം പേടിക്കേണ്ടാത്ത ഒരു കണ്ടീഷനാണ്. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് സാധാരണ രീതിയിൽ ഇത് കാണാറുള്ളത്. ഈ ഫെബ്രുവരി സീഷ്യസും തമ്മിൽ വ്യത്യാസമുണ്ടോ? അത് രണ്ടും ഒന്ന് തന്നെയാണോ? പേര് പോലെ തന്നെയാണ്. ഫെബ്രുവരി സീഷ്യർ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി, അതായത് പനിയുള്ള ഒരു കുട്ടിക്ക് വരുന്ന സീഷ്യർസ്. നേരെ മറിച്ച് സീഷ്യർ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയോടുകൂടിയോ പനി ഇല്ലാതെയോ വരാം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫെബ്രുവരി സീഷ്യർ എന്ന് പറഞ്ഞാൽ അധികം നമ്മൾ പേടിക്കേണ്ടാത്ത ഏറെക്കുറെ നോർമലായിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതിനധികം ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരാറില്ല. നേരെ മറിച്ച് സീഷ്യർ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടി വരുന്നതും ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ ഫോളോ അപ്പ് ആവശ്യമായിട്ടും വരുന്നൊരു കണ്ടീഷനാണ് സീഷ്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പനി കൂടുമ്പോൾ വരുന്നതാണ് ഫെബ്രുവരി എന്ന് മാം പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്നായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഈ ഫെബ്രുവരി സീഷ്യസ് ഉണ്ടാവുന്നത് വീടുകളിൽ, അല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, സാധാരണ രീതിയിൽ എപ്പോഴും പാരൻസിനെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഒരു കുട്ടിക്ക് ആദ്യമായി ഒരു ജന്നി വരിക എന്നുള്ളത്. അപ്പോൾ എപ്പോഴാണെങ്കിലും കുട്ടിക്കൊരു ജന്നി വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്. എപ്പോഴും ഒരു ഫെബ്രുവരി സീഷ്യർ ഉള്ള കുട്ടിയുടെ പാരൻറ്റും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഏതൊരു പാരൻറ്റും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. ആദ്യമായി കുഞ്ഞിനൊരു ജന്നി വരികയാണെങ്കിൽ ജന്നിയാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ചിലപ്പോൾ കുട്ടി തുറിച്ചു നോക്കാം, ഒരു ഭാഗത്തേക്ക് കണ്ണു പോകാം, അല്ലെങ്കിൽ ചുണ്ടോ വായോ ഒരു സൈഡിലേക്ക് കോടിപ്പോകുന്ന രീതിയിലുണ്ടാവാം. കൈകൾക്കോ കാലുകൾക്കോ അബ്നോർമലായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അതായത് വെട്ടൽ പോലെയോ മറ്റോ കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കുഞ്ഞിൻ്റെ ബോധം നഷ്ടപ്പെട്ടേക്കാം, വായിൽ നിന്ന് നുരയും പതയും വരാം. അതുപോലെ കുഞ്ഞറിയാതെ തന്നെ മലമൂത്ര വിസർജനം നടത്താനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് സാധാരണ രീതിയിലുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒരു നിരപ്പായ പ്രതലത്തിൽ കിടത്തുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതേസമയം കുഞ്ഞിന് വളരെ ഇറുകിയതായിട്ടുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും ശ്രദ്ധിക്കണം. കിടത്തുമ്പോൾ നമ്മൾ കുഞ്ഞിനെ ഇടതുവശത്തേക്ക് ചരിച്ച് കിടത്തണം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്നി വരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ വായിലുണ്ടാവുന്ന സ്രവങ്ങളും അതുപോലെ തന്നെ ഉമിനീരും ഒന്നും ഇറക്കാനുള്ള ശക്തി കുഞ്ഞിനുണ്ടാവില്ല. അതുകൊണ്ട് അത് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് പോകാതിരിക്കാനും ഭാവിയിലൊരു ന്യൂമോണിയ വരാതിരിക്കാനുമാണ് നമ്മൾ ചിരിച്ചു കിടത്തുന്നത്. പിന്നെ കഴിയുമെങ്കിൽ ആ ജന്നിയുടെ എപ്പിസോഡ് നമുക്കൊരു വീഡിയോ പകർത്താൻ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു മൊബൈലിൽ അതിൻ്റെ വീഡിയോ പകർത്താം, ഡോക്ടറിനെ കാണിക്കാം. 5 മിനിറ്റിൽ കൂടുതൽ ഈ ജന്നി നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും നമ്മൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. എല്ലാവരും ആദ്യമായി ചെയ്യുന്നത് ജന്നി കണ്ടാൽ ഉടനെ കുഞ്ഞിനെ പേടിച്ച് തോളിലേക്ക് വാരി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാനേ പാടില്ല. കാരണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കുഞ്ഞിനെ എടുക്കുമ്പോൾ ഈ സ്രവങ്ങൾ കുഞ്ഞിനെ ആസ്പിറേറ്റ് ചെയ്യാനും പിന്നീട് അത് ന്യൂമോണിയ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പിന്നെ വേറൊരു ഡൗട്ടാണ് എല്ലാ അമ്മമാർക്കും ഉള്ളത്, ഈ സീഷ്യർ വന്നു കഴിഞ്ഞാൽ അത് ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം, അതുപോലെ തന്നെ EEG അങ്ങനത്തെ ടെസ്റ്റുകൾ എടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, അതിനൊരു ഉത്തരം ഫെബ്രുവരി സീഷ്യർ തന്നെ പല രീതിയിൽ വരാം. സാധാരണ രീതിയിൽ കാണുന്ന ഫെബ്രുവരി സീഷ്യർ ഒരു തവണ പനി വന്നു കഴിഞ്ഞാൽ ഒരു തവണ മാത്രം ജന്നി വരിക, അതായത് ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ ഒരു തവണ മാത്രം ജന്നി വരിക. ആ ജന്നി ചിലപ്പോൾ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ മാറുക. അതുപോലെ ശരീരം മൊത്തത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ വരുന്ന ജന്നി. ഈ പറഞ്ഞ കൂട്ടർ പൊതുവേ പ്രശ്നക്കാരല്ല. അങ്ങനെ ഒരു കുട്ടിക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ കൂടി ജന്നി വരാനുള്ള സാധ്യതയോ അപസ്മാരത്തിൻ്റെ രോഗം വരാനുള്ള സാധ്യതയോ ഒക്കെ കുറവാണ്. നേരെ മറിച്ച് പനിയോടുകൂടി ഒന്നിൽ കൂടുതൽ തവണ ജന്നി വരികയും ഒരു ജന്നി തന്നെ 15 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയും അതല്ലെങ്കിൽ ഒരു കൈ മാത്രം അല്ലെങ്കിൽ ഒരു കാല് മാത്രം അല്ലെങ്കിൽ ചിറി മാത്രം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഡോക്ടറിനെ കാണിച്ച് തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. ചില കുട്ടികളിൽ ഫർദർ ടെസ്റ്റിൻ്റെ ആവശ്യം വരാറുണ്ട്. അതല്ല പനി വരുന്നതിന് മുന്നേ തന്നെ കുഞ്ഞിന് ജന്നി വരികയാണ്, കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് നമുക്ക് തോന്നുകയാണ്, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പരിശോധനകൾ ആവശ്യമായിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ ഡെവലപ്മെൻറ്റിൽ ബാധിക്കാം. അപ്പോൾ ഈ ജന്നി വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് ഇതുപോലെ ഡെവലപ്മെൻറ്റിൽ ഇവാലുവേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്? എല്ലാ കുട്ടികളെയും ആവശ്യം വരാറില്ല. ഡെഫിനറ്റ്ലി ആദ്യമായിട്ടൊരു കുഞ്ഞിന് ജന്നി വരുമ്പോൾ നമ്മൾ എന്തായാലും ഡോക്ടറിനെ കാണിക്കണം.
ഡോക്ടർ പരിശോധിച്ചുറപ്പാക്കിയതിന് ശേഷം നിങ്ങളോട് ഫർദർ പരിശോധനകളുടെ ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ മാത്രം അതിൻ്റെ ആവശ്യമുള്ളൂ. സാധാരണ എല്ലാ കുട്ടികളെയും ബ്രെയിൻ ഇതും ബാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഏജ് ഗ്രൂപ്പ് ഉണ്ടോ മാം? ഇപ്പോൾ ഇത്ര ഏജ് മുതൽ ഇത്ര ഏജ് വരെ ആവാൻ ചാൻസ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇന്ന ഏജ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സീഷർ, ഈ ഫെബ്രുവരി സീഷർ എന്ന് പറയുന്നത് ഇല്ലാണ്ടാവും, അങ്ങനെ ഏജ് ഗ്രൂപ്പ് സ്പെസിഫൈ ഉണ്ടോ? ഉണ്ട്. ഫെബ്രുവരി സീഷറിൻ്റെ ഡെഫിനിഷൻ പ്രകാരം 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ ഫെബ്രുവരി സീഷർ എന്നൊരു ടേം കാണുന്നത്. പക്ഷേ അപൂർവമായിട്ട് 6 വയസ്സ് കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് വരെയും ചിലപ്പോൾ കുട്ടികളിൽ ജന്നി കാണാറുണ്ട്. അതെഗെയിൻ നമ്മൾ ഇവാലുവേഷൻ ചെയ്താൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, നമുക്ക് ഇതിന് അങ്ങനെ ഫുഡ് റെസ്ട്രിക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും? ഒരു ഫുഡ് റെസ്ട്രിക്ഷനും ഇല്ല. പനി വരുന്ന സമയത്ത് നമ്മൾ സാധാരണ കുഞ്ഞിന് എന്താണോ കൊടുക്കാറുള്ളത് അങ്ങനെ എല്ലാ ഭക്ഷണവും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഫെബ്രുവരി സീഷറിന് കുഞ്ഞിന് ഒരു ഫുഡ് റെസ്ട്രിക്ഷൻസും ഇതുവരെയും പഠനങ്ങളിൽ വന്നിട്ടില്ല. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് വാക്സിൻസ് അങ്ങനെ ഉണ്ടോ, അതോ നമ്മൾ നോർമൽ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ചുള്ള വാക്സിൻ തന്നെ പോയാൽ മതിയോ? എങ്ങനെയാണ്? നമ്മുടെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന എല്ലാ വാക്സിൻസും എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഫെബ്രുവരി സീഷറുള്ള ഒരു കുഞ്ഞിന് ഒരു വാക്സിനേഷനും എടുക്കാൻ പാടില്ല എന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില വാക്സിൻസ് എടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പനി വരാറുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരിക്കൽ പനിയോട് കൂടി ജന്നി വന്നിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാക്സിൻ എടുക്കുന്ന ആ ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിലിരിക്കാം. അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ വീട്ടിൽ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രീതിക്കും ചെയ്യാൻ പറ്റും. ഒരു ഓപ്ഷൻ ഒബ്സർവേഷനിൽ 24 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കുക എന്നുള്ളതാണ്. മാഡം, ഒരു ക്വസ്റ്റ്യനും കൂടി. നമ്മളിപ്പോൾ ഇങ്ങനെ സീഷർ ഇനിയിപ്പോൾ അടുത്ത വട്ടം വരാണ്ടിരിക്കാൻ നമ്മൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് അങ്ങനെ എടുക്കേണ്ടതായിട്ടുണ്ടോ? അത് എങ്ങനെയാണ്? എപ്പോഴും പാരൻസിന് വളരെ ഭീതിയാണ് അടുത്ത തവണ പനി വരുമ്പോൾ ജന്നി വരുമോ എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിക്ക കേസുകളിലും വരാൻ സാധ്യത കുറവാണ്. പക്ഷേ പിന്നെയും ഒരിക്കൽ കൂടി വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പനിയുടെ മരുന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന അളവിൽ തന്നെ 4 നേരമായി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു തവണ പനി വന്നു കഴിഞ്ഞാൽ 6 മണിക്കൂർ ഇടവിട്ട ഗ്യാപ്പുകളിൽ പനിയുടെ മരുന്ന് പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ദേഹം നനച്ച് തുടച്ചെടുക്കുക എന്നുള്ളതാണ്. അത് തീരെ തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ചെറു ചൂടുവെള്ളത്തിൽ കുഞ്ഞിൻ്റെ ദേഹം നന്നായി നനച്ച് തുടച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നീട് പലപ്പോഴും ജന്നി പിന്നെ വരാതിരിക്കാനായിട്ട് പ്രിവെൻഷന് വേണ്ടിയിട്ട് ഡോക്ടർമാർ 2 ദിവസത്തേക്ക് ഒരു മരുന്ന് നിർദ്ദേശിച്ച അളവിൽ കൊടുക്കാൻ പറയാറുണ്ട്. അതൊരു 12 മണിക്കൂർ ഗ്യാപ്പിൽ ആദ്യത്തെ 2 ദിവസം മരുന്ന് കൊടുക്കുന്നതും പലപ്പോഴും ഉപയോഗപ്രദമായി കാണാറുണ്ട്. മറ്റൊരു കൂട്ടം കുട്ടികൾക്ക് തുടർച്ചയായി പനി വരുമ്പോഴെല്ലാം ജന്നി വരികയും ഇടവിട്ട് അതായത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പനിയോടുകൂടി ജന്നി വരികയും ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു ന്യൂറോളജി ഡോക്ടറിനെ കണ്ടതിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം ചില കണ്ടീഷൻസിൽ ഡെയിലി മെഡിസിൻ കൊടുക്കേണ്ടി വരാറുണ്ട്. അത് വളരെ അപൂർവമാണ്. സാധാരണ രീതിയിൽ പനിയോടുകൂടിയുള്ള ആദ്യത്തെ 2 ദിവസം മാത്രം മരുന്ന് കൊടുത്താൽ മതിയാകും. നമ്മുടെ മെഡിസിൻ്റെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഡെയിലി കൊടുക്കുന്നില്ല മരുന്ന്, അത് നമ്മൾ ലൈഫ് ലോങ് കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കേണ്ടതായിട്ട് വരും? പനി വരുമ്പോൾ എപ്പോഴും നമ്മളത് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? അത് വളരെ ചെറിയൊരു ശതമാനത്തിനാണ് ഈ ഡെയിലി മെഡിസിൻ അഡ്വൈസ് ചെയ്യുന്നത്. അത് കൂടാതെ അത് നമ്മുടെ EEG എടുക്കുകയും ന്യൂറോളജിസ്റ്റിൻ്റെ അഭിപ്രായ പ്രകാരവുമാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 6 വയസ്സ് വരെ മാത്രമേ കുട്ടികൾക്ക് സാധാരണ രീതിയിൽ പനിയോടുകൂടി ജന്നി വരാറുള്ളൂ. അതുകൊണ്ട് ലൈഫ് ലോങ് മെഡിസിൻ്റെ ആവശ്യം സാധാരണ രീതിയിൽ വരാറില്ല. നേരെ മറിച്ച് കുഞ്ഞ് പിന്നീട് ഒരു അത് അപസ്മാരം എന്ന് പറയുന്ന ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ കൂടി മരുന്ന് കൊടുക്കേണ്ടി വരാറുണ്ട്. സാധാരണ രീതിയിലുള്ള പനിയോടുകൂടിയുള്ള ജന്നിക്ക് തുടർച്ചയായുള്ള മരുന്നിൻ്റെ ആവശ്യം വളരെ വളരെ കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫെബ്രുവരി സീഷനെ പറ്റിയിട്ട് മാം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഒരുവിധപ്പെട്ട എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്തു എന്നതാണ് എൻ്റെ വിശ്വാസവും. താങ്ക് യു.